ക്യാൻസർ എന്നത് ഓരോ മനുഷ്യനെയും ഓരോ ദിവസവും കാർന്നു തിന്നുന്ന ഒരു രോഗം തന്നെയാണ്. അത് അനുഭവിക്കുന്നവർക്കോ അല്ലെങ്കിൽ അത് ശരീരത്തിലുള്ളവർക്കോ മാത്രമല്ല, അവരെ പരിപാലിക്കുന്നവർ, അവരെ സ്നേഹിക്കുന്നവർ, അവർക്ക് ചുറ്റുമുള്ളവരെ എല്ലാവരെയും തന്നെ ഈ അസുഖം മാനസികമായി കാർന്നു തിന്നും. എന്നാൽ അങ്ങനെ അസുഖം ബാധിച്ചൊരു പെൺകുട്ടിയുടെ വാർത്ത ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖമായി മാറുകയാണ്. വെറും 22 വയസ്സ് മാത്രമുള്ള ഷാന എന്ന എല്ലാവരുടെയും പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം നന്നായി നോക്കിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. വിടവാങ്ങിയത് ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ ഇരിക്കവേ എന്നതാണ് ഏറ്റവും വലിയ വിഷമം. അതിനേക്കാൾ ഇരട്ടി വിഷമം തൻ്റെ 22-ാം വയസ്സ് പിറന്നാൾ ആഘോഷത്തിന്റെ കേക്ക് നുണഞ്ഞതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് ഈ മരണം സംഭവിച്ചത് എന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതൊരു സങ്കടത്തോടെയാണ് ഇതിനെക്കുറിച്ച് കാണുന്നത്. കൊച്ചു പെൺകുട്ടികൾ ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് കാണുമ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നുന്നത്. അവർ പോലും ചെയ്യാത്ത കുറ്റത്തിന് അവർ ഇത്തരത്തിൽ അനുഭവിക്കുന്നു എന്നത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സങ്കടം തോന്നുന്നു. കൊച്ചുകുട്ടികൾക്കൊന്ന് സംസാരിക്കാനാകുന്നതിന് മുൻപ് തന്നെ വലിയ അസുഖങ്ങൾ ബാധിച്ച് അല്ലാതെ ദുരിതം അനുഭവിക്കുന്നതും കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നു എന്ന് തന്നെയാണ് പറയുകയും ചെയ്യുന്നത്. ക്യാൻസർ രോഗത്തോടുള്ള പോരാട്ടത്തിനൊടുവിൽ പ്രിയപ്പെട്ടവർ നൽകിയ പിറന്നാൾ സർപ്രൈസ് ആഘോഷിച്ച് മണിക്കൂറുകൾക്കകം ഓമശ്ശേരി സ്വദേശിനിയായ ഷാന വിട പറഞ്ഞു എന്ന് പറയാം. ഓമശ്ശേരി പുത്തൂർ മുനീർ സലീന ദമ്പതികളുടെ മകളാണ് ഷാന പുത്തൂർ. ക്യാൻസർ വാർഡിൽ രോഗവേദനകളോട് മല്ലിട്ട് മരണത്തെ മുഖാമുഖം കണ്ട് കഴിയുന്നതിനിടയിൽ തന്നെയായിരുന്നു ഷാനയെ തേടി ആ അപ്രതീക്ഷിത സന്തോഷമൊക്കെ എത്തിയത്. PTH വോളണ്ടിയർമാർ ചേർന്ന വാർഡിൽ വെച്ച് ഷാനയ്ക്കായി സർപ്രൈസ് ജന്മദിനാഘോഷം ഒരുക്കുകയായിരുന്നു. വേദനകൾക്കിടയിലും തനിക്കായി നൽകിയ ആഘോഷത്തിൽ പങ്കെടുത്ത ഷാന മരണം തൊട്ടടുത്തുണ്ടെന്ന തിരിച്ചറിവോടെ കണ്ണീരണിഞ്ഞാണ് കേക്ക് മുറിച്ചത്. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് ഒരൊറ്റ രാത്രി മാത്രം പിന്നിട്ടപ്പോഴേക്കും അടുത്ത ദിവസം രാവിലെ ഷാന ലോകത്തോട് വിട പറഞ്ഞു. വേദനകൾക്കിടയിലും പ്രിയപ്പെട്ടവർ നൽകിയ ആ അവസാന യാത്രയയപ്പ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മനസ്സിൽ മായാത്ത കണ്ണീരോർമ്മയായി മാറി. അവിടെയുള്ള അന്തേവാസികൾക്കും നഴ്സുകൾക്കും ഡോക്ടർമാർക്കും എല്ലാം തന്നെ സ്നേഹം നൽകി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷാന. വളരെ ഭംഗിയുള്ള, നല്ല നീളൻ മുടിയുള്ള, കട്ടിയുള്ള, പുരികമുള്ള ഒരു പെൺകുട്ടി. വിടർന്ന കണ്ണുകളും എപ്പോഴും പുഞ്ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ഷാന. അങ്ങനെ മാത്രമേ എല്ലാവർക്കും ഈ ഓമശ്ശേരിക്കാരിയെ ഓർക്കാൻ സാധിക്കൂ. ഓമശ്ശേരി പുത്തൂർ നിവാസികൾക്കൊക്കെ വളരെയധികം സുപരിചിതയാണ് ഷാന. അതുകൊണ്ട് തന്നെ ഷാനയുടെ മരണം ആ ഒരു പ്രദേശത്തെ മാത്രമല്ല, ഇപ്പോൾ ഇത് കേൾക്കുന്ന ഓരോ മലയാളികളെയും ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ വേദനയാണ് നൽകുന്നത് എന്നതുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനും അത് എഴുതി ചേർക്കാനും ഒക്കെ സാധിക്കും.